നമുക്ക് ചെയ്താൽ നെക്സ്റ്റ് വീഡിയോ ആണ്. ശരി, നമുക്ക് ഫസ്റ്റ് വൺ വരുന്നത് നല്ല ഡാർക്ക് ആയിട്ടുള്ള ഒരു ഡസ്റ്റി ഗ്രീൻ ഷെയ്ഡാണ്. അപ്പോൾ ഇത് സെമി സിൽക്കിന്റെ തന്നെ നോർമൽ ഫാബ്രിക് ആട്ടോ. അതിൻ്റെ അകത്ത് ഫുൾ ബീഡ്സ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ടോപ്പിൽ ദുപ്പട്ട കിടുക, ദുപ്പട്ടയുടെ മോഡൽ. അതിൻ്റെ അകത്ത് ത്രെഡ് വർക്ക്, ആരി വർക്കിന്റെ പാറ്റേൺ ത്രെഡ് വർക്കും ഫുള്ള് ചെറിയ ചെറിയ സീക്വൻസ് വർക്കും ഉണ്ട് കേട്ടോ. ഇതിന്റെ ഫ്രണ്ട് പോർഷനിലെ ഡിസൈൻ ഇതുപോലെ വരും. റഫായിട്ടൊക്കെ യൂസ് ചെയ്യാനും കുഴപ്പമൊന്നുമില്ല. ബീഡ്സ് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ബീഡ്സ് കൊണ്ട് ഇതിൻ്റെ ഇടവിട്ട് നമുക്ക് ത്രെഡിന്റെ ഒരു ഡിസൈനും വരുന്നുണ്ട്. നമ്പർ T384. നല്ല റീസണബിൾ പ്രൈസ് ആട്ടോ. 790 മാത്രമേ ഉള്ളൂ. 790. നമുക്ക് അടുത്ത ഷെയ്ഡ് വരുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ വൈൻ്റെ സൈസ് എന്ന് പറയാൻ പറ്റില്ല. വൈനും ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. മെറൂണും വൈനും കൂടെ ബ്ലെൻഡ് ആയിട്ടുള്ള ഷെയ്ഡ്. ഇതിൻ്റെ ദുപ്പട്ട വരുന്നതാണെങ്കിലും സെയിം തന്നെ. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അകത്ത് കാണുന്നേക്കാളും കുറച്ച് ഡാർക്ക് നല്ല ഷെയ്ഡാണ് കേട്ടോ. ഇതിൻ്റെ നല്ല ലെങ്തി ആയിട്ടുള്ള ദുപ്പട്ടയാണ്. ബോട്ടം വരുന്ന സെയിം കളർ സാറ്റിൻ സിൽക്കിന് മെറ്റീരിയൽ. നമ്പർ T383. റേറ്റ് വരുന്നത് 790. അടുത്ത ഷെയ്ഡ് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ബ്രൗണിന്റെ ഒക്കെ ടോൺ എന്ന് പറയാം. പക്ഷേ ഗ്രീനും ഇടയ്ക്ക് വരുന്നുണ്ട് കേട്ടോ. ഒരു ഗ്രീനിഷ് ബ്രൗൺ എന്നൊക്കെ പറയാവുന്ന ഒരു ഷെയ്ഡ്. നല്ല വെറൈറ്റി ആയിട്ട് നിൽക്കും. ദുപ്പട്ടയ്ക്ക് കുറച്ചുകൂടി ഗ്രീനിന്റെ ടോൺ വരുന്നുണ്ട് കേട്ടോ. ബോട്ടം സാറ്റിൻ സിൽക്ക്. നമ്പർ വരുന്നത് T381. റേറ്റ് 790. അടുത്തൊരു ഡാർക്ക് ഗ്രേ ടോൺ ആട്ടോ. നോർമൽ ഗ്രേക്കാളും കുറച്ച് ഡിഫറെന്റ് ആണ്. എവിടെയോ ഒരു ചെറുതായിട്ട് ലാവണ്ടറിന്റെ ഷെയ്ഡ് ചെറുതായിട്ടൊന്ന് വരുന്നുണ്ട്. എന്നാൽ ഒത്തിരി നല്ല ചെറുതായിട്ട്. ഇതിൻ്റെ അകത്ത് സെയിം തന്നെ ത്രെഡ് വർക്കും ഉണ്ട്. ബീഡ്സും യൂസ് ചെയ്തിട്ടുണ്ട്. കുഞ്ഞ് സീക്വൻസ് ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ഇതുപോലെയാണ്. നല്ല ലെങ്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബോട്ടം സാറ്റിൻ സിൽക്കാണ്. നമ്പർ T382. റേറ്റ് വരുന്നത് 790.